പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, പെസഹത്തിരിയുടെ വിശുദ്ധമായ വെട്ടത്തിൽ കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ ബലി ദൈവസന്നിധി അർപ്പിക്കുക. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വെളിപ്പെടുത്തപ്പെടുന്ന ഈശോയുടെ മുഖത്തിൻ്റെ ശോഭ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശോഭയാണ്. ഈശോയുടെ മാറിൽ തലചായ്ച്ച് കിടന്ന് അന്ത്യത്താഴവേളയിൽ യോഹന്നാൻ ദൈവത്തിന് കൊടുത്ത നിർവചനം സ്നേഹമെന്നാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹവും കരുണയുടെയും ആകത്തുകയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ മാത്രമേ കരുണയ്ക്ക് സാധ്യതയുള്ളൂ. സ്നേഹമെന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വികാരത്തിൽ നിന്ന് ചിറപൊട്ടി ഒഴുകുന്ന കൃപയാണ് കരുണ എന്ന് പറയുന്നത്. സ്നേഹിക്കാതെ ആർക്കും ആരോടും കരുണ കാണിക്കാനാകില്ല.
ഏതെങ്കിലും വിധത്തിലുള്ള കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സ്നേഹമെന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. സ്നേഹവും കരുണയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ വിഭജിച്ച് മാറ്റാനാകാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി. ഇന്ന് ഈശോയുടെ കാരുണ്യത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭ സാഘോഷം കൊണ്ടാടുകയാണ്. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായി മാറുക. ഇന്നത്തെ ഒന്നാമത്തെ വായന അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ തിരുനാളുമായിട്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് അപ്പസ്തല പ്രവർത്തനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ഒന്നാമത്തെ വായനയിൽ വിവക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ ഒന്നിപ്പിക്കപ്പെട്ട ജനത ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ മുട്ടുപാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുൻപിൽ പറഞ്ഞു വെക്കുകയാണ്. തങ്ങളുടെ സ്വത്ത് മുഴുവൻ പങ്കുവെക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നു, അപ്പമറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സ്നേഹവും കരുണയും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണും. ക്രിസ്തുവിൽ ഒന്നിപ്പിക്കപ്പെട്ട ജനത ഒരേ സ്നേഹത്തോടെ ഒരേ മനസ്സോടെ ഒരുമിച്ച് കൂടുമ്പോൾ കാരുണ്യത്തോടെ എല്ലാം പങ്കുവെക്കുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. കൊറോണയുടെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിൻ്റെ പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ഒരേ മനസ്സോടു കൂടിയുള്ള ഒരേ ഹൃദയത്തോടു കൂടിയുള്ള പങ്കുവയ്ക്കൽ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ മുട്ടുപാടുകൾ ഉണ്ടാകില്ല എന്ന് ഈശോ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക. ചരിത്രം ആവർത്തിക്കുന്നു. നമ്മോട് ഈശോ പറയുന്നു, നിങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈശോയോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഈശോയെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭ ഒളിസങ്കേതങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടുമ്പോഴും തങ്ങൾക്കുണ്ടാകുന്നതൊക്കെ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അപ്പമൊരുക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്ന കാഴ്ച. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് കൊറോണ വൈറസിനോടുള്ള അതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൂടുമ്പോൾ നമുക്കും അവരൻ്റെ സഹോദരൻ്റെ അയൽവാസിയുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളൊക്കെ തിരിച്ചറിയാൻ സാധിക്കണം. ആ തിരിച്ചറിവ് പങ്കുവയ്ക്കലേക്ക് നടക്കട്ടെ. സ്നേഹമുള്ളിടത്തെ പങ്കുവയ്ക്കാനാകും കരുണയുണ്ടാകാൻ സാധിക്കും. ഇന്ന് കർത്താവിൻ്റെ കാരുണ്യത്തിന് തിരുനാൾ. സ്വർഗസ്ഥനായ പിതാവ് കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യവാന്മാരായിരിക്കുക എന്ന ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ നിന്ന് വന്ന ആ വലിയ സൂക്തം നമ്മുടെ ജീവിതത്തിൻ്റെ നിയമമാക്കി മാറ്റാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പുതു ഞായറാഴ്ച കൂടിയാണ് ഇന്ന്, ഈസ്റ്റർ ദിനത്തിൻ്റെ 8-ാം ദിവസം. പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ ഈശോ മനുഷ്യർക്ക് നൽകുന്ന ആശംസ സമാധാനത്തിൻ്റെ ആശംസയാണ്. ജനിക്കുമ്പോഴും ഉദ്ധാനത്തിന് ശേഷവും എല്ലാം സമാധാനത്തിൻ്റെ ആശംസയുമായിട്ടാണ് ഈശോ കടന്നു വരിക. കാരണം മനുഷ്യ ജീവിതം സന്തോഷപൂർണ്ണമാകുന്നത് അതിൻ്റെ പാരമ്യത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് സമാധാനം എന്ന് പറയുന്ന അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈശോ എപ്പോഴൊക്കെ ആരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ അനുഗ്രഹമാണ്. കാൽവരിയിൽ കർത്താവ് തൻ്റെ ജീവൻ ബലിയഴിച്ചപ്പോൾ ശിഷ്യന്മാരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സമാധാനമൊക്കെ ഒലിച്ചിറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചരണ്ട് വാതിലടച്ച് അകത്തലങ്ങളിലൊക്കെ ആയിപ്പോകുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. താൻ മരിച്ച ദൈവമല്ല, ജീവിക്കുന്ന ദൈവമാണെന്ന് ഈശോ ഉദ്ധാനത്തിന് ശേഷം വിവിധങ്ങളായ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടേത്.
3 ദിവസം കല്ലറയിൽ കർത്താവ് അടക്കപ്പെട്ടുവെങ്കിലും അത് മരണത്തിൻ്റെ പുഴുക്കളുടെ സ്പർശനം പോലും ഏൽക്കാതെ ഉദ്ധാനത്തിൻ്റെ മഹിമാവിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് എന്നും താൻ ജീവിക്കുന്നു, മരണത്തിനോ മരണത്തിൻ്റെ പുഴുക്കൾക്കോ തൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ജീവിക്കുന്നു എന്ന് വിവിധങ്ങളായ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുമ്പോഴും അറിയിക്കുമ്പോഴും ശിഷ്യനായ തോമസ് ലീഹ കൂടെയില്ലാത്തതിൻ്റെ ഒരു നൊമ്പരം അയാൾക്കുമുണ്ട്. താൻ കൂടെയുണ്ടായിരുന്നില്ല. അവിശ്വാസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തോമസ് ലീഹ, പക്ഷേ തോമസ് ലീഹായെ നമ്മളൊന്ന് അടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് തോമസ് ലീഹായുടെ അവിശ്വാസമായിരുന്നില്ല, മറിച്ച് കർത്താവിനെ, ഉദ്ധാനം ചെയ്ത കർത്താവിനെ ഒന്ന് കാണാനുള്ള വലിയ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ പറയുക. ഒരു പിടിവാശി പോലെ അവിടുത്തെ പാർശ്വത്തിലെ തിരുമുറിവിലെ കൈകൾ വയ്ക്കാതെ, ആ കരങ്ങളിലെ ആ തിരുമുറിപ്പാടുകളൊന്നും കാണാതെ ഞാൻ വിശ്വസിക്കില്ല. തോമസ് ലീഹായുടെ ശാഠ്യം നിറഞ്ഞ ആ ഒരു സ്നേഹത്തിന് മുൻപിൽ കർത്താവ് പോലും വശംബദ്ധനാകുന്നത് നമ്മൾ കാണുന്നു. 8-ാം ദിവസം ആ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴും നിനക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് വരിക. സമാധാനം ആശംസിച്ചു കൊണ്ടുവന്ന കർത്താവിൻ്റെ മുൻപിൽ അന്താളിച്ച് നിൽക്കുന്ന തോമസ് ലീഹായെ കർത്താവ് അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്നെ പാർശ്വങ്ങളൊന്ന് കാണുക, തിരുമുറിപ്പാടുകളിലേക്ക് നിന്റെ വിരലിടുക. തോമസ് ലീഹ ഈശോയുടെ തിരുമുറിപ്പാടുകളിലേക്ക് തൊട്ടു നോക്കുന്നതൊന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം ലോകത്തിനു വേണ്ടി അധികം ഉദ്ഘോഷിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഈ തിരുനാൾ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഈശോയുടെ ഉദ്ധാനം ചെയ്ത തിരുസ്വരൂപത്തിന് മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ പുറത്തേക്ക് വരേണ്ട ഊഷ്മളമായ വിശ്വാസ പ്രഘോഷണമായി മാറണം. ഈശോ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കാൻ നമുക്കാകട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ ഈശോ, എൻ്റെ ജീവിതത്തിൻ്റെ ഏക അധികാരവുമായ ഈശോ. ഈശോ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇനി മറ്റൊന്നുമില്ല. നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം ഇതായിരിക്കട്ടെ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും വികാരം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്ന വിശ്വാസ പ്രഘോഷണത്തിൻ്റെ വികാരം നമുക്ക് ബലി അർപ്പിക്കാം. വന്നുപോയ തെറ്റുകൾ 2 മേഖലയിലുണ്ട്. ഒന്ന്, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേഖലയിൽ വന്നിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കും. ഈശോയെ കർത്താവും ദൈവവും എന്നതിനേക്കാൾ ഉപരി മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി ആശ്രയിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനും കർത്താവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടും ഈ വിശുദ്ധ ബലി നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നിത്യമായ കാരുണ്യത്തിൻ്റെ ദൈവമേ, പെസഹ തിരുനാളിൻ്റെ പുനരാഗമനത്തിൽ തന്നെ അങ്ങേക്ക് സമർപ്പിതമായിരിക്കുന്ന ജനത്തിൻ്റെ വിശ്വാസം അങ്ങ് ഉജ്ജ്വലിപ്പിക്കുന്നുവല്ലോ. ഇവരിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഏത് നീർത്തൊട്ടിയാൽ അവർ ശുദ്ധീകൃതരായിരുന്നു, ഏതാത്മാവാൽ നവജന്മം പ്രാപിച്ചവരായിരുന്നു, ഏതു രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, ഉചിതമായ ബുദ്ധിശക്തി വഴി എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ക്രൈസ്തവരെല്ലാം അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവിന്റെ സഹായത്തിനെത്തി. കർത്താവിന്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിന്റെ വലതു കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വാസം കൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമ
നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സന്നിധിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഏറ്റുപറയും. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു.
പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയൊപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനാളിൽ ഈശോയുടെ കരുണയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ലിടയൻ വരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി ലോക ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ കടന്നുകയറ്റം മൂലം വേദന അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ദൈവാനുഗ്രഹത്താൽ നമ്മളൊക്കെ സുരക്ഷിതരാണെങ്കിലും ലോകത്ത് ഒരുപാട് മനുഷ്യർ ഈ രോഗത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്, ഭീതിയിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. രോഗമുളവാക്കുന്ന സങ്കീർണതകളും ഉത്കണ്ഠകളും വഹിച്ച് ജീവിക്കുന്നവർ ധാരാളമുണ്ട്. വൻകിട രാഷ്ട്രങ്ങൾ പോലും കിടങ്ങി വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. ദൈവമേ, ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ലോക ജനതയുടെ മേൽ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ. തോമാസ് ലീഗ പറഞ്ഞതുപോലെ തിരുമുറിപ്പാടുകളുള്ള അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കരം നീട്ടി കരുണയോടെ മനുഷ്യവർഗത്തിൻ്റെ മേൽ കടന്നുകൂടിയിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുകയും സന്തോഷത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതകളല്ല അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും സ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന കരുണയാലും ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ നാടിൻ്റെയും മേൽ വന്ന് പിടിപെട്ടിട്ടുള്ള രോഗത്തെയും രോഗ കാരണമായ വൈറസിനെയും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ മഹനീയമായ ശക്തിയെ അങ്ങ് നിർവീര്യമാക്കണം. സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ജീവിതത്തിലേക്ക് വീണ്ടും ലോകജനത കടന്നു വരാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. താലത്തിൽ നിറയും ഈയപ്പം കാസയിലെ പുതുവീഞ്ഞു പോ വീഞ്ഞിൽ അമരുമി ജലത്തുള്ളി പോ നാദാ പകരുന്നീ കാഴ്ചകൾ വയലിൽ വളരും പുൽച്ചെടി
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ മക്കളുടെ കാണിക്കകളും പ്രാർത്ഥനകളും കനിവോടെ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്നാനത്താലും നവീകൃതരായി ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, എക്കാലത്തും വിശിഷ്യാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ സ്തുതിഗീതം ആലപിക്കുന്നു. അവരുടെ ഗാനത്തോട് ചേർന്ന് ഞങ്ങളുടെയും എളിയ സ്വരം ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായി പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടീണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാരിലും ആയിടീണം. അന്നന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടീണം. അന്യത്തിൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും സർവ്വവിധ രോഗങ്ങളിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവിടമനുസരിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ലോകം മുഴുവനും സമാധാനവും ഐക്യവും ഐശ്വര്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടി, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ചുരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. തിരുഹോസ്തിയിൽ ദിവ്യകാരുണ്യമാ രാപകൽ വാഴുമിൻ സ്നേഹനാഥാ, കാണുന്നു ഞാൻ ഈ തിരുഹോസ്തിയിൽ മുറിവേറ്റു പിടയുന്ന നിന്റെ രൂപം. ഓ എൻ്റെ സ്നേഹമേ, ജീവന്റെ പൂജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എൻ്റെ സ്നേഹമേ, ജീവന്റെ പൂജ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ രഹസ്യത്തിൻ്റെ സ്വീകരണം ഞങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കൊറോണ വൈറസിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും രോഗത്തെ പരിചരിക്കുന്ന
സർവർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങേ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യരെയും അങ്ങേ സംരക്ഷണത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും മാനവരാശിയെ മുഴുവൻ അസ്വസ്ഥതയിലാക്കി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ പിടിയിൽ അമർന്നിട്ടുള്ള രാജ്യങ്ങളെയും മനുഷ്യരെയും അങ്ങ് കരുണയോടും വാത്സല്യത്തോടും കൂടെ സംരക്ഷിക്കണമേ. വിവിധങ്ങളായ രാജ്യങ്ങളിലും ഇടങ്ങളിലും ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്ന രോഗബാധിതരെയും നിരീക്ഷണങ്ങൾക്ക് വിധേയരായി ഏകാന്തതയിൽ കഴിയുന്നവരെയും രോഗബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ നാടിനെയും ഈ മഹാമാരിയിൽ നിന്നും കാത്ത് സംരക്ഷിക്കണമേ. രോഗത്തെയും രോഗത്തിന് കാരണമായ വൈറസിനെയും അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന തിരുരക്തത്താൽ നിർവീര്യമാക്കി മാറ്റണമേ. ദൈവമേ, രോഗി പരിചരണ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും അനുബന്ധ സംവിധാനങ്ങളെയും നീ പ്രത്യേകമായി സംരക്ഷിക്കണമേ. ജനത്തിൻ്റെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി സ്വന്തം ജീവനെ പോലും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ തലവന്മാരെയും സഹപ്രവർത്തകരായ അധികാരികളെയും നിയമ പാലകരെയും കാത്തുകൊള്ളണമേ. ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുന്ന നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും സ്വീകരിച്ച് പാലിക്കുന്നതിനുള്ള നല്ല മനസ്സും വിവേകവും അങ്ങേ ജനത്തിനും അങ്ങ് കൽപ്പിച്ച് നൽകണമേ. സകല വിധത്തിലുള്ള ഉത്കണ്ഠകളിൽ നിന്നും ശാരീരിക മാനസിക അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും അങ്ങ് മോചിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സർവ പ്രതിസന്ധികളിൽ നിന്നും മോചിപ്പിക്കണമേ. എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും യോഗ്യതകളോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ലോകം മുഴുവനും ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ കൂടുതൽ ശക്തമായി അനുഭവപ്പെടാൻ കർത്താവ് കനിയുമാറാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ ആശംസിക്കുന്ന സമാധാനം നമ്മുടെ കുടുംബത്തും നമ്മുടെ നാട്ടിലും ലോകം മുഴുവനിലും നിറഞ്ഞ് പരിലസിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ഉദ്ധിതൻ്റെ ചോരപ്പാടുള്ള കൈയുടെ തണലിൽ നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അമ്മേ, എൻ്റെ